അതിന് എന്തിലേക്ക് ഒന്ന് കേരളത്തിൽ മോനെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും പറയുന്നത് നമ്മ കണ്ണിഞ്ഞി മീറ്റിൽ വിശ്വസിക്കാൻ പാടില്ല. ഇപ്പോൾ ജോറ് പറഞ്ഞ് മുസ്ലിം ലീഗാണ് ഞങ്ങൾ ആകെ പിന്നെ സമുദായത്തിന് ഒന്ന് ചാലഞ്ച് ആക്കി ഒന്ന് കാണിക്കുക. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ സമയത്താണ് ജോറ് അഭിമാനത്തോട് പറഞ്ഞ മലപ്പുറം ജില്ല ഉണ്ടായത്. പിണറായിന്റെ ഭരണത്തിലാണ് നമുക്ക് ഈ പൗരന്മാരെ അവകാശത്തിനും വേണ്ടിയിട്ട് അസംബ്ലിയിൽ ഇന്ത്യയിൽ പാസ്സാക്കിയത്. ജോറ് എന്ത് ചെയ്തത്? എല്ലാം തട്ടിപ്പ്. ഇവർക്ക് സമുദായത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ ഇപ്പൊ ആമാസിന്റെ പ്രശ്നം വന്ന് എല്ലാവരും സംഘടിച്ച് പിണറായിയും പിന്നെ കമ്മ്യൂണിസ്റ്റുകാരും സംഘടിച്ചിട്ടാണ് ഇവരെ ഇൻവൈറ്റ് ചെയ്ത്. ഇവർ പോയിട്ട് അവർ കൂടിയില്ല. ജോറ രാഷ്ട്രത്തിന്റെ കോളർ പൊട്ടിപ്പോവും. അവർക്ക് സമുദായത്തിന് സ്നേഹം ഉണ്ടെങ്കിൽ ഇവിടെ പിണറായി വിളിച്ചതോ അല്ല കമ്മ്യൂണിസ്റ്റ് വിളിച്ചതോ അല്ല RS വിളിച്ചതോ ഒന്നും നോക്കേണ്ട ആവശ്യമുള്ളത് അല്ലേ? സഹായിക്കുന്നവർ വിളിക്കുമ്പോ പോവുക. അതെ, നമ്മളെ കൗമന് ജോറ ഇഷ്ടപ്പെടുന്ന കൗമനും വേണ്ടി ജീവിക്കുന്ന പറഞ്ഞെങ്കിൽ ജോറ രാഷ്ട്ര റേഞ്ച് നോക്കേണ്ട ആവശ്യം എന്തെന്ന് പോയിട്ട് സഹകരിക്കണ്ടല്ലേ? വേറൊരു തട്ടിപ്പിന്റെ ആൾ. ഇവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തങ്ങന്മാരാട്ട് ആരോട്ട് എൻ്റെ അടുത്ത് ഇരിക്കും. ചെറിയ ചെറിയ പുഴ കൊണ്ട് വന്നിട്ട് എൻ്റെ ബാക്കിൽ കുത്തണ്ട. ധൈര്യം ഉണ്ടെങ്കിൽ ഒരു ആണ് മക്കളും തന്നെ ഇരിക്കും. എന്ത് ഒരു പ്രസിഡന്റ് ഇപ്പൊ പ്രസിഡന്റ് എന്ന് പറഞ്ഞെങ്കിൽ ഈ കുടുംബത്തിന്റെ ആളാണ് എപ്പോ ഈ ലീഗിന്റെ പ്രസിഡന്റ്. ഓക്കെ, പ്രസിഡന്റ് ആവാനുള്ള അർഹതയുണ്ട്. പിന്നെ പറഞ്ഞ് ഞാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കുടുംബം മോനെ എന്ത് ജോറ നമ്മളെ മുത്തുനബിനെ അപമാനിക്കുന്നത് ജോറ ജീവിതം നമ്മളെ മുത്തുനബിന്റെ ജീവിതം അങ്ങനെയായിരിക്കും. ജോറ് എല്ലാ തല്ലിപ്പൊളിക്കും, എല്ലാ ദൂർത്തിനും, എല്ലാ അനാചാരത്തിനും മൗനസമ്മതം കൊടുക്കുന്നവർ. ഈ ലീഗിൽ അഴിമതിയില്ലാത്ത ഏറ്റവും കൂടുതൽ അഴിമതി ചെയ്യുന്ന ഈ പാർട്ടിയാണ്. കള്ളുകുടിയന്മാർ, പെണ്ണുകുടിയന്മാർ, അഴിമതിക്കാർ, ഇൻട്രസ്റ്റ്കാർ എല്ലാം ഇത്. അതിനുള്ള മൗനസമ്മതം കൊടുത്തിട്ട് പാണക്കാട് കുടുംബത്തിലേക്ക് എന്റെ പ്രസിഡന്റായിട്ട് നിൽക്കുന്നുണ്ട്. അവർക്കൊന്നും കിട്ടൂ. പിന്നെ ചെയ്യുന്നത് അതേ ആള് പോയിട്ട് സമസ്തന്റെ എന്റെ പണ്ഡിതൻ എന്ന് പറഞ്ഞിട്ട് ഓരോരോ ജാഗയിൽ പോയിട്ട് കാലി പട്ടം സ്വീകരിക്കുന്നു. ഒരു കാലി എന്ന് പറഞ്ഞെങ്കിൽ ആ സ്ഥലത്തിന്റെ ആ മേലിന്റെ ഖലീഫയാണ്. നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉമർ ഖത്താബ് ആ പ്രദേശത്തിന്റെ ഒരു നേതാവാണ്. ശരി, ജഡ്ജി സിരിയത്തിന്റെ നേതാവാണ്. ജോർപ്പോ എല്ലാ കല്യാണം ദൂരത്തിനും പോകും. പിന്നെ ഇവർക്ക് 1 2 പൗണ 5000 10,000 കിട്ടുന്നെങ്കിൽ ജ്വല്ലറി ഷോപ്പ് ഓപ്പൺ ആക്കാൻ, ആട് ഓപ്പൺ ആക്കുക. അത് നമ്മളെ തങ്ങളെ